നമസ്കാരം. ഇന്ത്യയും റഷ്യയും ഫെബ്രുവരിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബംഗാൾ ഉൾക്കടലിൽ സംയുക്ത നാവിക അഭ്യാസം നടത്തും. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല തന്ത്രപ്രധാന ബന്ധം പുതിയൊരു ഉയരത്തിലെത്തുന്ന ഘട്ടത്തിലാണ് റഷ്യൻ നാവികസേനയുടെ പസഫിക് വിഭാഗത്തിലെ പ്രധാന യുദ്ധക്കപ്പലായ മാർഷൽ ഷാപ്പോഷിഷ്കോവ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസം വെറുമൊരു സൈനിക പരിശീലനമല്ല, മറിച്ച് മാറുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സ്വതന്ത്രവും ആത്മവിശ്വാസമുള്ളതുമായ വിദേശ നയത്തിന്റെ ശക്തമായ പ്രഖ്യാപനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന രാജ്യം എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ്. അഭ്യാസത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 18 മുതൽ 25 വരെ മാർഷൽ ഷാപ്പോഷിഷ്കോവ് ഇന്ത്യൻ തുറമുഖമായ വിശാഖപട്ടണത്ത് അനൌദ്യോഗിക സന്ദർശനം നടത്തും. റഷ്യൻ നാവികസേനയുടെ പസഫിക് കപ്പലിന്റെ ഫ്രിഗേറ്റ് ഒമാനിലെ മസ്കറ്റ് തുറമുഖത്തു നിന്ന് മിലാൻ 2026 അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുമെന്നും തുടർന്ന് ഫെബ്രുവരി 18 മുതൽ 25 വരെ ഇന്ത്യൻ വിശാഖപട്ടണം തുറമുഖം അനൌദ്യോഗികമായി സന്ദർശിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ ഇന്ത്യൻ നാവികസേനയുമായി വിവിധ ഡ്രില്ലുകൾ നടത്തും. ഇതിനുശേഷം പസഫിക് കപ്പലിൽ ചേരാൻ ഫ്രിഗേറ്റ് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് പുറപ്പെടും. ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന മിലാൻ 2026 സംഘടിപ്പിക്കും. 13ാം തവണയാണ് ഈ അഭ്യാസം നടക്കുന്നത്. സമുദ്ര സഹകരണത്തിനും സുരക്ഷിതമായ ഇന്ത്യൻ മഹാസമുദ്രത്തിനുമായി വിവിധ രാജ്യങ്ങളിലെ നാവികസേനകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം. 135-ലധികം രാജ്യങ്ങളിലേക്ക് ഈ പരിപാടിക്കായി ക്ഷണക്കത്ത് അയച്ചു കഴിഞ്ഞു. US, റഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുടെ നാവികസേനകൾ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 18-ന് പ്രസിഡന്റ് ദ്രൗപദി മുർമു കപ്പലുകൾ പരിശോധിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫ്ലീറ്റ് അവലോകനവും ഈ കാലയളവിൽ നടക്കും. INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തദ്ദേശീയ കപ്പലുകൾ പ്രദർശിപ്പിക്കും. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധം ആഴമേറിയതും പരമ്പരാഗതവും തന്ത്രപരവുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് റഷ്യ. ഇറക്കുമതിയുടെ ഏകദേശം 66.5% യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഇരു രാജ്യങ്ങളും ഇന്ദ്രൻ, വോസ്റ്റോക്ക് തുടങ്ങിയ സംയുക്ത സൈനികാഭ്യാസങ്ങൾ പതിവായി നടത്തുന്നു. ലൈസൻസിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുന്ന നിരവധി ആയുധ സാങ്കേതിക വിദ്യകളും റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. സുഖോയ് Su-30 MKI KI, T-90 ഫിഷ് മട്ടൺ, AK-200 റൈഫിൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. റഷ്യ ഇന്ത്യ ബന്ധം ആയുധ വ്യാപാരത്തിലോ നയതന്ത്ര ചടങ്ങുകളിലോ ഒതുങ്ങുന്ന ഒന്നല്ല. വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഈ ബന്ധം ശീതയുദ്ധകാലം മുതൽ ഇന്ന് വരെ പല ആഗോള പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുള്ളതാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തെ അമേരിക്കൻ വിദേശ നയം സഖ്യ രാജ്യങ്ങളെ പോലും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ട ഒരു സമീപനമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ, ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ സുരക്ഷ എന്നിവയെല്ലാം കണക്കിലെടുത്താൽ മാർഷൽ ഷാപ്പോഷിഷ്കോവിന്റെ സാന്നിധ്യവും സംയുക്ത അഭ്യാസവും ഇന്ത്യയുടെ നാവിക ശക്തിയെ അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പിക്കുന്നതാണ്. ഇത് ഇന്ത്യ റഷ്യ സൈനിക സഹകരണത്തിലെ ഒരു പുതിയ നാഴികക്കല്ലായി ചരിത്രത്തിൽ രേഖപ്പെടും. മാർഷൽ ഷാപ്പോഷിഷ്കോവിന്റെ ഇന്ത്യ സന്ദർശനവും ബംഗാൾ ഉൾക്കടലിലെ സംയുക്ത നാവിക അഭ്യാസവും ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴവും ദൃഢതയും വീണ്ടും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നു. ഇതൊരു താൽക്കാലിക നയതന്ത്ര നീക്കമല്ല, മറിച്ച് ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തുടർച്ചയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ബഹുമുഖ വിദേശ നയം ഒരൊറ്റ ശക്തി കേന്ദ്രത്തോട് അടിമപ്പെടാതെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തെളിയിക്കുന്നു. ഈ ആത്മവിശ്വാസമാണ് ഇന്ത്യയെ ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാക്കി മാറ്റുന്നത്. ട്രംപിന്റെ കാലഘട്ടത്തിൽ കണ്ട അമേരിക്കൻ സമീപനം നാളെ എന്ത് സംഭവിക്കുമെന്ന് സഖ്യരാജ്യങ്ങൾക്കും അറിയാത്ത ഒരവസ്ഥ ആഗോള രാഷ്ട്രീയത്തിൽ അസ്ഥിരത മാത്രമാണ് സൃഷ്ടിച്ചത്. ആ പശ്ചാത്തലത്തിൽ വിശ്വാസ്യതയും സ്ഥിരതയും പുലർത്തുന്ന റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ പ്രസക്തമാകും. ഇന്ത്യ റഷ്യ സൗഹൃദം വെറും ചരിത്രമല്ല, അത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു ശക്തമായ നിക്ഷേപം കൂടിയാണ്.